അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ നമ്മുടെ പീച്ചിങ്ങ. നമ്മൾ പണ്ടും ഈ സാധനത്തിനെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ പീച്ചിങ്ങ വെച്ചിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീയലും കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ചപ്പാത്തി, പൂരി, ചോറിൻ്റെ കൂടെ കഴിക്കാം. അവാർഡല്ലേ ഇത്. ഒരു ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മുടെ ഈ കല്യാണ റിസപ്ഷൻ ഒക്കെ വേണമെങ്കിൽ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. എന്നാൽ വളരെ സിമ്പിൾ ആണ്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം. പീച്ചിങ്ങ ഇപ്പൊ എല്ലായിടത്തും കിട്ടുന്ന സംഭവം മറ്റേ ഇങ്ങനെ അതാണേലും കുഴപ്പമില്ല, ഇതാണേലും കുഴപ്പമില്ല. അപ്പൊ ഇതുണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇതിന്റെ ഇങ്ങനെ ചിരകി കരിന്തൊലി മാത്രമേ കളയാവുള്ളൂ. കാര്യം അതിന്റെ ആ ഉള്ളിലെ തൊലിക്കാണ് ഇതിന്റെ ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആ കരിന്തൊലി മാത്രമേ കളയാവുള്ളൂ. മറ്റേ പീലർ വെച്ച് കളഞ്ഞാണല്ലോ ഇങ്ങനെ അങ്ങ് ചേന്തി പോകും. ആ ഒരു നമ്മൾ വിചാരിക്കുന്ന രുചി കിട്ടത്തില്ല സംഭവത്തിന്. അപ്പൊ ഇതുപോലെ ഇതൊന്ന് ഇതാക്കി മുഴുവൻ നമുക്കിതിന്റെ ഈ കരിന്തൊലി ഒന്ന് നമുക്കിതുപോലെ ചീകി കളയാം. അപ്പൊ ചീകി കളഞ്ഞിട്ട് വേണം ഇത് മുറിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ചീകി കൊണ്ടുവരാം. അപ്പോഴേ നമ്മളത് എല്ലാത്തിൻ്റെയും മറ്റേ തൊലി ചീകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് മുറിക്കണം. മുറിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മുറിക്കുന്ന പോലല്ല, ഇത് മെഴുക്കുവരട്ടിക്ക് മുറിക്കുന്നതല്ല. ഇതുണ്ട് ഇതുപോലെ ഇതിന്റെ കളിച്ചുകൊണ്ട് നീളം അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പാത്രത്തിന്റെ ഒക്കെ അളവനുസരിച്ച് വട്ടം മുറിച്ചെടുക്കണം. ഇത് വട്ടം മുറിച്ചെടുത്തിട്ട് ഇതുണ്ടല്ലോ ഈ സാധനത്തിന്റെ മുറിഞ്ഞങ്ങ് പോവണ്ട, ഇങ്ങനെ വെറുതെ കട്ട് ചെയ്യുക, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക, അത്ര മാത്രം മതി, ചെയ്താൽ മതി. അങ്ങനെ ഇത് നമുക്ക് മുഴുവൻ പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. മുറിച്ചങ്ങ് പോകരുത്. അപ്പൊ അതുപോലെ നമുക്കിത് മുഴുവൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. കണ്ട ഇതുപോലെ ഇതിനകത്തോട്ട് മസാലയൊക്കെ കയറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മുഴുവൻ ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് നമ്മളെ മുഴുവൻ സംഭവത്തെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതായത് കണ്ടോ, ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ നടുക്കൂടൊരു ചെറിയൊരു അത്രയുള്ള സംഭവം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മളിപ്പോൾ നമ്മുടെ ചീനച്ചട്ടിക്കകത്താണ് മാരിനേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ വേറെ പ്രത്യേകിച്ച് പാത്രങ്ങൾ എടുക്കുന്നില്ല. അപ്പോൾ അതിന്റെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മൾ ആദ്യമേ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ മല്ലിപ്പൊടി, ഇത്ര സാധനം മതി. ഇതിനകത്ത് പിന്നെ ഉപ്പ് കൂടെ ചേർക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. നമ്മുടെ ഉപ്പ് ഇവിടെ കുളിച്ചിരിക്കുന്നത്, അതല്ല ഉപ്പും പാത്തിരിക്കുന്നത്, ഉപ്പിന് മനസ്സിലായി നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ എന്തുമാത്രം ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഈ പിന്നെ എന്താ പറയുന്നത് കറിക്കായിട്ട് ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ചുള്ള ഉപ്പ് ഒഴിക്കുക. ഇനി നമ്മളിത് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിലല്ല, സ്വല്പം എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ വാരി ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്ത് നമ്മള് മറ്റേ എന്താ പറയുക മീനൊക്കെ മാരിനേറ്റ് ചെയ്ത്, അതല്ലേ സാധാരണ നമ്മള് പച്ചക്കറികൾ അങ്ങനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാറില്ല. ഇത് ഒരു വ്യത്യസ്തമായ ഒരു സാധനമാണ്. സംഭവം അടിപൊളിയാണ്. ചെയ്തു അധികം അരിയൊന്നും വേണ്ട, അതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട്. ഇതുണ്ടല്ലോ, ഇത് നല്ല ഈ നമ്മുടെ മറ്റേ മുള്ളു പോലെ ഇരിക്കുന്ന ആ ഒരു പീച്ചിക്കയല്ലേ, അത് വെച്ച് വേണേലും ഇത് ചെയ്യാം. ഏത് വേണേലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക തൊലിയൊക്കെ കളയാനൊക്കെ ഒരു എളുപ്പം. അപ്പൊ ഇതിന്റെ ഈ നമ്മൾ ചെറുതായിട്ടൊന്നും മുറിച്ചില്ലായിരുന്നു. അപ്പൊ ആ മുറിച്ചതിന്റെ അകത്തുമൊക്കെ നമ്മുടെ ഈ സംഭവം കയറിയിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചത് ഇങ്ങനെ ഒന്ന് കയറ്റി അതും കൂടെ അത് അടന്ന് പോകല്ലോ കേട്ടോ, പോവാൻ വേണ്ട, എന്നാ ഒന്ന് എല്ലായിടത്തും കയറുക വേണം. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 2 മിനിറ്റ് ഇതിവിടെ റെസ്റ്റ് ചെയ്തിട്ട് ആ സമയത്തിന് നമുക്ക് ഒരു പാന് വെച്ചോട്ട് ചൂടാക്കണം. അപ്പൊ നമ്മൾ മാരിനേറ്റ് ചെയ്ത സാധനം നമ്മളിത് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു 5-10 മിനിറ്റ് ആയി സാധനം ഇവിടെ ഇരിക്കാൻ. അപ്പൊ നമ്മളിത് ഇവിടെ പാൻ വെച്ചു. പാനും അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അതോട്ട് സ്വല്പം എണ്ണ ഒഴിച്ചെടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ, വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇതൊരു മറ്റേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ, നോർത്ത് ഇന്ത്യൻ റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് ഉണ്ടല്ലോ ഇവിടെ ഈ കല്യാണം അതുപോലുള്ള ഫംഗ്ഷനുകളിൽ ഈ നമ്മുടെ നാട്ടിലെ പോലെ സദ്യയല്ല ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, കുറച്ച് പൂരി കാണും, കുറച്ച് മറ്റേ വെള്ള ചോറ് കാണും, പിന്നെ അതിൻ്റെ കൂടെ പല ടൈപ്പ് കറികളുണ്ട്. അപ്പോൾ അതിനകത്തൊരു മെയിൻ സാധനമാണിത്, മറ്റേ പനീറൊക്കെ വെച്ചിട്ടുള്ള കറികളൊക്കെ. പിന്നെ നമുക്കിത്
അപ്പൊ ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഇടുമ്പോഴത്തേക്ക് തീ ഇച്ചിരി കൂട്ടി വെച്ചോണം. എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ നല്ല എന്താ പറയുക ഇച്ചിരി പരന്ന പാത്രം എടുക്കുവാണെങ്കിലേ നമ്മളിപ്പോ ഒത്തിരി ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇച്ചിരി പരന്നൊരു പാത്രം. എണ്ണ എല്ലാം ഇപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ നമ്മളിവിടെ ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങ് ശ്രീലങ്ക ചെന്നിരിക്കത്തുള്ളൂ. അതുപോലത്തെ ഒരു പാത്രമാണ്. അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. എന്തായാലും അത് ചെറിയ തീയില് നമുക്കൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം. നമ്മളത് എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ. എന്താ സാറേ അടിപൊളി മണമാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാകും. ഇത് പെട്ടെന്ന് വേരുന്ന സാധനല്ലേ, അപ്പൊ അത് പെട്ടെന്നാവും. നേരമൊന്നും വേണ്ട. അപ്പൊ ഇനി നമുക്ക് തീ കുറയ്ക്കുക, ഇതുപോലെ അങ്ങോട്ട് വെച്ച് അടയ്ക്കുക. ഞാൻ അടപ്പ് തിരിച്ചടച്ച കാര്യം നമുക്ക് അതിന്റെ കാര്യമൊന്നുമില്ല, തിരിച്ചങ്ങ് അടച്ചു വെച്ച് മാറിപ്പോയതാ. അപ്പോഴേ നമ്മൾ ഈ ഇവിടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചട്ടിയില്ലേ, അതിന് നമുക്ക് ആവശ്യമായിട്ട് കഴുകാൻ വരട്ടെ. അതെ, അത് കഴുകരുത്. അപ്പൊ ബാക്കി വരും. അപ്പൊ അതവൻ അവിടെ ഇരുന്ന് പയ്യെ ഒന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് വേറെ കുറച്ച് പരിപാടി. അപ്പോഴേ നമ്മുടെ സംഭവം ഇപ്പൊ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് തുറന്നു നോക്കാം. നല്ല ചൂടാണ്. അത്യാവശ്യം ഒരു പകുതി വേവായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം. നമുക്കിത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടു രണ്ട് സൈഡും ഒന്ന് ഒരുപോലെ നാളാൻ വേണ്ടിട്ട്. ഇതൊന്ന് തിരിയുന്നില്ല. ഇതിപ്പോ ഈ ഇങ്ങനെ പാൻ വെച്ചിട്ട് ഇങ്ങനെ ആക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ ആക്കിയാലും അത് കറക്റ്റ് ആകും. നമുക്ക് ഇടിക്കാനുണ്ട് സാധനം. അപ്പൊ നമ്മൾ ഇടിക്കുന്നതിനൊക്കെ മുമ്പ് അപ്പൊ നമ്മൾ ഇടിക്കാനുള്ള സാധനങ്ങള് ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിത് പച്ചമുളകാണ്. ഇത് അധികം എരിവില്ലാത്ത, അത് കാരണം നമ്മൾ 4 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയാണ്. അത് ഏകദേശം ഒരു 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇതിനകത്ത് ചതച്ചെടുക്കണം. അപ്പൊ ഈ കറിയുടെ ഒരു പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് ഉള്ളി ഇല്ല, വെളുത്തുള്ളി ഇല്ല. സാധാരണ എല്ലാ കറികളിലും നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഇല്ലാതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുണ്ടല്ലോ വെള്ളം ഇറങ്ങണം നന്നായിട്ട്. വെള്ളം ഇറങ്ങിയിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ. നമുക്കൊന്നും അടച്ചു വെക്കാം. രണ്ട് സൈഡും ഒരേപോലെ സെറ്റ് ആണ്. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഈ നീളമുള്ള ഈ മുളകും ഇഞ്ചിയും കൂടെ ഒന്നെങ്കിൽ നമുക്ക് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിക്കകത്തിട്ട് അരച്ചെടുത്താലും മതി. ഏതാണ് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം. ഇത് നമ്മുടെ വീടൊക്കെ വെക്കുമ്പോൾ തൂണിന് പറ്റും. പക്ഷെ വലിയ എരിയൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന മുളകിന്റെ എരി അനുസരിച്ചിട്ട് വേണം എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ. വലിയ എരിയൊക്കെ ആണെങ്കിൽ ഇതിപ്പോ നമ്മൾ ഇത്ര ധൈര്യമായിട്ട് ഈ 4 എണ്ണത്തിന് കൊണ്ട് വെട്ടി കണ്ടിച്ച് അങ്ങോട്ട് ഇടുന്ന വേറെ ഒരു കാര്യമില്ല. ഇരുന്നില്ല. അപ്പൊ ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കാം. ഇതിന്റെ പുറത്ത് വെച്ച് ചതക്കാൻ പറ്റില്ല. ഇത് മുഴുവൻ ചതഞ്ഞു പോകും. മാറ്റി വെച്ചിട്ട് ചതച്ചോണ്ട് വരാം കേട്ടാ. അപ്പൊ ചതച്ചിട്ട് പെട്ടെന്ന് വരാം. വാശിക്കാം മേളിലത് ചേച്ചിക്കത്. അപ്പൊ ഇതൊന്നും ചതച്ചോട്ടോ. അപ്പോഴേ നമ്മുടെ അതിഭീകരമായ മർദ്ദന മുറകളിലൂടെ നമ്മളിവരെ ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര ചതഞ്ഞാൽ മതിയോ? മിക്സിയിലിട്ട് വേണമെങ്കിലും അടിച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. സൗകര്യം പോലെ അതൊക്കെ ചെയ്തെടുക്കാം. ചതച്ചെടുത്താൽ മതി, അത്ര കൊണ്ട് കാര്യം. നമ്മളുണ്ടല്ലോ 1 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇവന്മാരെ 2 പേരും കൂടെ കൈയിട്ട് വലിച്ച് എടുക്കണം. ഞാൻ എൻ്റെ കയ്യില് എടുക്കത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കണ്ണൊക്കെ എഴുതും. അങ്ങനെയൊക്കെയുള്ള ചില കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് നല്ല കട്ട തൈര് കേട്ടോ. ഇപ്പൊ നമ്മൾ ഏകദേശം 1 കപ്പ് തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തൈര് വെള്ളം ഒന്നും ഒഴിക്കട്ടെ കേട്ടോ. അതുകൊണ്ട് ഞാൻ വടിച്ചങ്ങ് ഒഴിക്കുക. ഇതിനെ വെറുതെ അത്രയും കളയുക. അയ്യോ, ഇതിൻ്റെ ഒന്നും ഇല്ല കണ്ടോ. വെറുതെ എന്റെ കൈ ഇങ്ങനെ ഏൽപ്പിക്കാൻ വേണ്ടിട്ട്. അതിന് ഇളക്കണം.
അത് കഴിഞ്ഞിട്ട് ഇളക്കാം. എന്നാ ഞാൻ ഇളക്കാം. അപ്പോൾ ഉണ്ടല്ലോ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇതുണ്ടോ അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മറ്റേ മിക്സിങ് മെഷീനിലൊക്കെ ഇട്ട് സിമെൻറ്റ് മിക്സ് ചെയ്യുന്ന പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. നല്ല മണം. അപ്പോൾ നമ്മുടെ സംഭവം അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിനകത്തുനിന്ന് വെള്ളം വെള്ളം നന്നായിട്ട് വെള്ളം ഇറങ്ങിയാണോ. അപ്പോൾ തീ ഒന്നും ലോ ആക്കിയത് സിമ്പിൾ. അതായത് നമ്മൾ മിക്സ് ചെയ്ത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കട്ട എന്താ പറയുന്നത് കട്ട തൈര്. ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാൻ നല്ല നമ്മുടെ ചോറിലൂടെ. അപ്പൊ നമ്മള് ഇത് വെള്ളമൊക്കെ നല്ലതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രം ഇത് ചേർക്കുക കേട്ടോ. നമ്മുടെ തൈര് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. തീ കൊടുക്കുക കേട്ടോ. ഈ കുറയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ വെച്ചുകൊണ്ടിട്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ബലം പിടിച്ച് ഇളക്കണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. നല്ല മണമായിട്ടത്. ഒരു വ്യത്യസ്തമായ മണമാണ് ഇത്. നമ്മൾ സാധാരണ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഈ മോരല്ല തൈര് ഇങ്ങനെ ഒഴിച്ച് നമ്മൾ ഇച്ചിരി നേരം ഇളക്കുമ്പോഴത്തേന് നമ്മൾ വിചാരിക്കുന്നത് പിരിഞ്ഞു പോയിരിക്കും. പക്ഷെ ഇത് പിരിയുന്ന സംഭവം അതന്നെ. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ സാധനം. അപ്പൊ ഇനി ഇത് ഒന്ന് ലോ ഫ്ലെയിമിൽ അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് ഇതിന്റെ ആ ഒരു എണ്ണ ഇതുമായിട്ടൊന്ന് വിട്ടു എണ്ണ തെളിയണം. എണ്ണ നന്നായിട്ട് തെളിയണം. ആ എണ്ണ വെച്ചിട്ട് നമുക്ക് വേറെ ചില കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് എണ്ണ തെളിയട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവനോട് ഇരുന്ന് അതിന്റെ പച്ച മണം മാറണം, എണ്ണ തെളിയണം, 2-3 പരിപാടികളുണ്ട്. 3 മിനിറ്റ് അവരങ്ങനെ ഇരിക്കട്ടെ. വേണമെങ്കിൽ നടച്ചു വെച്ചു ചോക്കണമെന്നില്ല. ഇരുന്നോട്ടെ. അപ്പൊ നമുക്ക് ഇത് തുറന്നു നോക്കാം. സംഭവം എണ്ണയൊക്കെ വിട്ടു വന്നു നമുക്ക് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഉണ്ടല്ലോ കുറേശ്ശെയായിട്ട് ഊറ്റിയെടുക്കണം. ഇച്ചിരി ടാസ്ക് ആണല്ലേ, എന്നാലും നമുക്ക് ഊറ്റിയെടുക്കാം. കുറച്ച് മതി, അധികം വേണ്ട കേട്ടോ. നമുക്ക് തലയിലൊക്കെ തേച്ച് കുളിക്കാൻ ബെസ്റ്റ് സാധനമാണ് ഇത്. എന്നിട്ട് നമ്മൾ ചീനച്ചട്ടി ഉണ്ട്. അത് ഓൾറെഡി ചൂടായിരുന്നു. അത് കാരണം ഇച്ചിരി ചോദനം എന്നെ കോരി പച്ച അതെ. എന്നാന്നറിയാം, നമ്മൾ ഈ പാൻ്റെ അകത്ത് വെച്ചതുകൊണ്ടാണ്. ഇച്ചിരി അടിപൊളിയുള്ള പാത്രമാണെങ്കിൽ സംഭവം എളുപ്പമാണ്. അതിൻ്റെ ഫ്ലേവർ ഇനിയാണല്ലോ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കപ്പലിൻ്റെ ഇട്ടിട്ടുണ്ട്. ഇനി കപ്പലിൻ്റെ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് വാർത്തല്ല. അപ്പോഴേ നമ്മുടെ കപ്പലിൻ്റെ ഉണ്ടല്ലോ ഏകദേശം ആയിട്ടുണ്ട്. ഒരു പകുതി ഇതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോരി എടുക്കാവേ. എന്നിട്ട് നമുക്ക് ആ എണ്ണ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളിത് ഉണ്ടോ, ഇത് നമ്മുടെ കിസ്മിസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ മുന്തിരിങ്ങയാണല്ലോ, അത് ഉണക്കിയെടുക്കുന്ന ഒരു സാധനമാണ് കിസ്മിസ്. എന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് പേരൊക്കെ മാറും. കിസ്മിസ് ആവല്ലേ. നമ്മൾ സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന കറികളില് കപ്പലണ്ടി കപ്പലണ്ടി തന്നെ വേണമെന്നില്ല. നമ്മുടെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ മറ്റേ ബദാം പരിപ്പോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാതെ. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ചിട്ട് ചേർക്കുക. ഇത് നമ്മുടെ മറ്റേ ഫുട്ബോൾ പോലെ അതിനെ തീർത്ത് വരും. അതാണ് അതിൻ്റെ ഒരു പരിപാടി. പെട്ടെന്ന് അങ്ങാവും. പിന്നെ എന്താ പറയുക, അണ്ടിപ്പരിപ്പാണെങ്കിൽ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് സാധനം. ബദാമോ അല്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടിയോ ഇങ്ങനത്തെ സാധനമായിട്ട് കറി കൊടുക്കുക. അപ്പൊ നേരത്തെ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിർത്തിയാക്കി ഞാൻ എൻ്റെ ആവശ്യം നോക്കില്ല. അപ്പൊ ഇതിനെയും കൂടെ നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണം.
കുറവാണെങ്കിൽ നമ്മളിത് ആദ്യത്തെ പ്രാവശ്യം ചേർത്ത ഉപ്പാണ്. അപ്പൊ അത് നമ്മൾ എല്ലാത്തിനും കൂടെ കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ ഉപ്പിടുന്നത്. ഇപ്പൊ തൈരൊക്കെ ചേർക്കുമ്പോൾ അതിന്റെ ഉപ്പ് അനുസരിച്ച് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മളിതിനെ പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇനി നമ്മൾ കുഞ്ഞന്മാരായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയില അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ഇതിന്റെ അത് ഉള്ളി ഇല്ലാത്തൊരു കറിയാണ്. അതെ, ചില ആൾക്കാർ ഉള്ളി കഴിക്കൂല, അപ്പൊ അവർക്കൊക്കെ നല്ല ഒരു റെസിപ്പി ആണ്. ചപ്പാത്തിയുടെ കൂടെ നമ്മുടെ എന്താ പറയുക, അതിനൊക്കെ പറ്റും. ചൂടെടുത്തിട്ട് നല്ല അടിപൊളി ചൂടാണ്. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇനി നമുക്കിത് ഒന്ന് എന്താ പറയുന്ന ഇത് ഇവിടുത്തെ കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഏറ്റവും അവസാനം ഉണ്ടല്ലോ, ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ച് പാലും കൂടെ ചേർക്കും. തൊട്ട് മുന്നേ നമ്മളിത് വിളമ്പുന്നതിന് തൊട്ട് മുമ്പ് എന്നിട്ട് പാല് ഒരു സക്കല തിളപ്പിച്ച പാല്, പച്ചപ്പാലല്ല തിളപ്പിച്ച പാല് ചേർക്കുക. അതിപ്പോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർന്നാൽ മതി കേട്ടോ. അത് ചേർത്തില്ലേലും അടിപൊളി നമ്മൾ ചേർക്കുന്നില്ല, അടിപൊളി ടേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ കപ്പലണ്ടിയും നമ്മുടെ എന്താ പറയുന്ന മുന്തിരിങ്ങയും മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അടിപൊളി നല്ല മണം. ഇത് ചപ്പാത്തികളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റ്. അതെ അതെ. അപ്പൊ എന്തായാലും ഈ പീച്ചിങ്ങ കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കും. സംഭവം അടിപൊളിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ സാധനം. എന്നാൽ നിസ്സാരമായിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ ഉള്ള ഐറ്റംസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ എന്ന് പറയുക. പിന്നെന്തോ പിന്നെ നമ്മുടെ ഈ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ല് ഒന്ന് ഓൺ ചെയ്ത് ഓൾ എന്നുള്ള സംഭവമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ ഇത് അറിയാൻ മേലാത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയൊക്കെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പുതിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.